ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന സൂചന വരുന്നു. കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. ഈഞ്ചക്കൽ, അതായത് തിരുവനന്തപുരത്തുള്ള ഈഞ്ചക്കലിലെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. SIT ചോദ്യം ചെയ്യൽ തുടരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലാണ് അദ്ദേഹം ഇപ്പോൾ. സന്നിധാനത്തും SITയുടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നോട്ടീസ് നൽകാതെയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ 24നോട് പറഞ്ഞു. നമുക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരമില്ല. ഇയാളെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് മാത്രം വീട്ടുകാർ വിളിച്ചറിഞ്ഞു. ദർ ഇസ് നോ ഇൻഫർമേഷൻ വേർ ഹി ഹസ് ഗോൺ, വാട്ട് ഈസ് ഹാപ്പനിങ് ടു ഹിം. ഒരു നോട്ടീസ് വിഷയമില്ല, വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അത്ര തന്നെ. നോട്ടീസ് വിഷയമില്ല, ഒരു കുന്തവും അന്വേഷിച്ചില്ല. നത്തിങ് ഹാസ് ഹാപ്പൻ. ഇനി പോലീസ് കസ്റ്റഡി വെച്ച വല്ല നോട്ടീസും അല്ല അയാളെ നോപ്പിട്ട് മാടിച്ചെങ്കിലേ ഉള്ളൂ. സോ ഫാർ വി ഹാവ് നോ ഐഡിയ. പോലീസ് പിടിച്ചോണ്ടെന്ന് പറഞ്ഞ ഒരാൾ പിടിച്ചോണ്ടുപോയി, അതിനെപ്പറ്റിയുള്ള വേറെ ബോട്ട്സ് നമ്മൾ അറിയണ്ടേ? പോലീസാണോ ഇനി വേറെ വല്ലവരാണോ പിടിച്ചോണ്ടെന്ന് ആർക്കറിയാം? ഞങ്ങൾക്ക് യാതൊരു ഇൻഫർമേഷൻ ഇല്ല സോ ഫാർ. ഇനി ഉണ്ടെങ്കിലേ ഉള്ളൂ. ക്രൈംബ്രാഞ്ചിൻ്റെ തിരുവനന്തപുരത്ത് ഈഞ്ചക്കലിലുള്ള ഓഫീസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യുന്നതെന്നാണ് നമുക്കറിയുന്ന വിവരം. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. റിനു, ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ? ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ശബരിമല സന്നിധാനത്തും പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ ശബരിമലയിലും അതുപോലെ ഈഞ്ചക്കലിലും പാരലായി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണോ SIT ഇപ്പോൾ നടത്തുന്നത്? ഇന്ന് രാവിലെയോട് കൂടിയാണ് തിരുവനന്തപുരം കല്ലറയിലെ വീട്ടിൽ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT കസ്റ്റഡിയിലെടുത്തത്. 12 മണിയോടുകൂടി കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് ഔദ്യോഗികമായി തന്നെ SIT നൽകുന്ന വിവരം. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈഞ്ചക്കൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈഞ്ചക്കലിലെ ഓഫീസിലെത്തി ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരവും. പ്രധാനപ്പെട്ട 2 കേസുകളാണ് ഇയാൾക്കെതിരെ എടുത്തിട്ടുള്ളത്. ഈ സ്വർണ്ണപ്പാളി, അതായത് കട്ടളപ്പാളി ബന്ധപ്പെട്ടുള്ള കേസ്, മറ്റൊന്ന് വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ്. ഈ 2 കേസിലും അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ്. SP ബിജോയ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈഞ്ചക്കലിലെ ഓഫീസിന് തൊട്ട് മുന്നിലാണ്. ഏകദേശം 4-5 മണിക്കൂറുകൾ പിന്നിടുന്നു ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം, നൽകാൻ കഴിയുന്ന വിവരം. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ പുലർച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള വിവരവും ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ റാന്നി കോടതിയിലേക്ക് നാളെയോടുകൂടി കൊണ്ടുപോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ, സന്നിധാനത്തുൾപ്പെടെ നടത്തിയ പരിശോധനകളിൽ സമാഹരിച്ച തെളിവുകൾ കൂടി മുന്നിൽ നിരത്തിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം, പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ 39 ദിവസം ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്വർണ്ണപ്പാളി എവിടെയായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്ത 39 ദിവസം അതിലെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചറിയുന്നത് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ തമ്പടിച്ച് കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയത്. ഇതേസമയം സന്നിധാനത്തും ശശിധരൻ SP-യുടെ നേതൃത്വത്തിലുള്ള പരിശോധന അവസാനിച്ചു എന്നുള്ളതാണ്. ഇന്ന് രാത്രിക്ക് ശേഷം അല്ലെങ്കിൽ നാളെ പുലർച്ചയോടുകൂടി അദ്ദേഹം കൂടി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു അറസ്റ്റിലേക്ക് പോവുക. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ മെഡിക്കൽ പരിശോധന, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി കസ്റ്റഡിയിൽ വെക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ മെഡിക്കൽ പരിശോധന ഹാജരാക്കും. ഫോർട്ട് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിലോ കൊണ്ടുപോയി മെഡിക്കൽ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ കസ്റ്റഡിയിൽ സൂക്ഷിക്കുക എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. 2 കേസുകൾ പ്രധാനമായി എടുത്തിട്ടുണ്ട്. ഈ 2 കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.